മഴ പെയ്യുന്ന രാത്രികളിൽ പഴയ വീടുകൾക്ക് ഒരു പ്രത്യേക ശബ്ദമായിരിക്കും. മരച്ചില്ലകൾ ചുവരിലിരുന്നുരസുന്ന ശബ്ദം, പഴയൊരു ക്ലോക്കിന്റെ ടിക്ക് ടിക്ക്. പിന്നെ ഇതിനെല്ലാമിടയിൽ ചില വീടുകൾക്ക് നമ്മളറിയാത്ത ചില രഹസ്യങ്ങളും കാണാം. ജപ്പാനിലെ ഒരു ചെറിയ ടൗണിലായിരുന്നു റെഞ്ചി താമസിച്ചിരുന്നത്. അവൻ നൊസ്റ്റാൾജിയോടെ വാങ്ങിയ ആ വീടിന് ഏകദേശം 100 വർഷത്തെ പഴക്കമുണ്ടായിരുന്നു. പക്ഷെ വീട് വാങ്ങിയ സമയത്ത് നാട്ടുകാർ അവന് ഒരൊറ്റ മുന്നറിയിപ്പേ കൊടുത്തുള്ളൂ: രാത്രി 3:33 കഴിഞ്ഞാൽ മുകളിലെ കോറിഡോറിലേക്ക് പോകരുത്. റെഞ്ചി അതൊന്നും അത്ര കാര്യമാക്കിയില്ല. ഒരു രാത്രി പുറത്ത് നല്ല കനത്ത മഴയായിരുന്നു. ക്ലോക്കിൽ സമയം കൃത്യം 3:33 ആയതും വീട്ടിലെ ലൈറ്റുകളെല്ലാം ഒരു നിമിഷം മങ്ങി മങ്ങി കെട്ടു. അപ്പോഴാണ് അവൻ ആ ശബ്ദം കേട്ടത്. ടക്ക്! മുകളിലെ കോറിഡോറിൽ നിന്നായിരുന്നു അത്. അവൻ വേഗം ടോർച്ചുമെടുത്ത് പതുക്കെ മുകളിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോഴാണ് അവൻ ഞെട്ടിയത്. ഇന്നലെ വരെ അവിടെ ഇല്ലാതിരുന്ന ഒരു വാതിൽ, കറുത്ത ജീർണിച്ച മരം കൊണ്ടുള്ളൊരു വാതിൽ. അതിന്റെ നടുവിലായി ചെറിയൊരു വെള്ളി കൈപ്പിടി. വാതിലിന് മുകളിൽ ഒരൊറ്റ നമ്പർ മാത്രം കൊത്തിവച്ചിട്ടുണ്ടായിരുന്നു: 333. റെഞ്ചിയുടെ ശരീരം ആകെ തണുത്തുറഞ്ഞുപോയി. കാരണം ആ വീടിന്റെ പ്ലാനിൽ അങ്ങനെയൊരു മുറിയേയില്ലായിരുന്നു. അവൻ പതുക്കെ കൈനീട്ടി ആ വാതിലിൽ തൊട്ടു. പെട്ടെന്ന് അകത്തുനിന്നാരോ താഴ്ന്ന കനം കൂടിയ ശബ്ദത്തിൽ പിറുപിറുത്തു: "നീ വരാൻ വൈകി." റെഞ്ചി പേടിച്ച് പിന്നോട്ടു മാറി. പക്ഷെ പേടിയേക്കാൾ കൂടുതൽ അവന് ആകാംക്ഷയാണ് തോന്നിയത്. അവൻ ധൈര്യം സംഭരിച്ച് ആ വാതിൽ തുറന്നു. അകത്ത് ഘനഘോരമായ ഇരുട്ട് മാത്രം. ടോർച്ച് അങ്ങോട്ട് തിരിച്ചപ്പോൾ കിടക്കുന്നു നീളത്തിലൊരു ഹാൾവേ. അതിന്റെ ചുവരുകളിലെല്ലാം പഴയ കുറേ ഫോട്ടോകൾ തൂക്കിയിട്ടിട്ടുണ്ട്. അവൻ പതുക്കെ അടുത്തു ചെന്ന് നോക്കി. ആദ്യത്തെ ഫോട്ടോയിൽ ഈ വീട് തന്നെയാണ്. വർഷം 1971. രണ്ടാമത്തെ ഫോട്ടോയിൽ അതേ വീട്. വർഷം 1986. എന്നാൽ മൂന്നാമത്തെ ഫോട്ടോ കണ്ടതും അവന്റെ ശ്വാസം നിലച്ചുപോയി. അതിൽ ഇന്നത്തെ തീയതിയായിരുന്നു. ആ ഫോട്ടോയിലുള്ളത് റെഞ്ചി തന്നെയാണ്. പക്ഷെ അവൻ നിൽക്കുന്നത് ഈ കാണുന്ന ഹാൾവേയുടെ നടുവിലാണ്. അവന്റെ തൊട്ടുപിന്നിലായി അതിഭീകരമായ ഉയരമുള്ളൊരു സ്ത്രീ. മുഖമില്ല, പക്ഷെ കണ്ണുകളുണ്ട്. വെളുത്ത വട്ടത്തിലുള്ള 2 കണ്ണുകൾ. അപ്പോഴാണ് ആ ഹാൾവേയുടെ അറ്റത്തുനിന്ന് വീണ്ടും ആ കാലൊച്ച കേട്ടത്: ടക്ക് ടക്ക് ടക്ക്. അവൾ അവന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. റെഞ്ചി ജീവനും കൊണ്ട് ഓടാൻ വേണ്ടി തിരിഞ്ഞു. പക്ഷെ വന്ന വഴിയിൽ ആ വാതിലിപ്പോഴില്ല. അവിടെ വെറും ചുവര് മാത്രം. ഹാൾവേ നീണ്ടു പോവുകയാണ്. പുറകിലെ കാലൊച്ചയുടെ വേഗത കൂടിക്കൂടി വന്നു. ടക്ക് 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 ടക്ക്. അവൻ പേടിച്ചു പുറകിലേക്ക് നോക്കി. ആ സ്ത്രീ അവന്റെ തൊട്ടുമുന്നിലെത്തിക്കഴിഞ്ഞു. അവളുടെ തല പതുക്കെ വശങ്ങളിലേക്ക് ഒടിഞ്ഞുമറിഞ്ഞു. എന്നിട്ട് അവൾ ഭ്രാന്തമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു: "ഇനി മുതൽ നീ ഇവിടെ തന്നെയാണ് താമസം." അടുത്ത ദിവസം രാവിലെ നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് പോലീസ് വന്ന് വീട് തുറന്നെങ്കിലും റെഞ്ചിയെ അവിടെ എങ്ങും കണ്ടില്ല. പക്ഷെ മുകളിലെ ആ കോറിഡോറിലെ ചുവരിൽ ഒരു പുതിയ ഫോട്ടോ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ റെഞ്ചി ഭയന്ന് വിറച്ച് ചുവരിനോട് ചേർന്ന് നിൽക്കുകയാണ്. കണ്ണുകൾ പേടിച്ച് തള്ളി വന്നിട്ടുണ്ട്. അവന്റെ തൊട്ടുപിന്നിൽ ആ മുഖമില്ലാത്ത സ്ത്രീ ക്രൂരമായി ചിരിച്ചു നിൽക്കുന്നു. ആ ഫോട്ടോയ്ക്ക് താഴെ ചെറിയ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു: "അടുത്ത വാതിൽ തുറക്കുന്നത് പുലർച്ചെ 3:33.